വംശനാശം തന്നെ നമ്മൾ കാത്തിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറഞ്ഞ ബുദ്ധിയുള്ള ഒന്ന് കൂടുതൽ ബുദ്ധിയുള്ള ഒന്നിനെ മറികടക്കുക എന്നുള്ളത് നമ്മൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം അമ്മ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ കുഞ്ഞമ്മയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വളരെ കാലത്തെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതേപോലെ കുറഞ്ഞ ബുദ്ധിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ മറികടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുന്നിൽ മനുഷ്യൻ നിസ്സാരക്കാരനാവാൻ പോകുന്നു എന്നൊരു വലിയ ഭീതിതമായൊരു അന്തരീക്ഷം വരുന്നു എന്നാണ് ഈ ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ ആശങ്കയുണ്ടാക്കും. മനുഷ്യനെ മറികടന്ന് ഉപകരണങ്ങൾ പോകുന്ന മെഷീനുകൾ പോകുന്ന ഒരു ഘട്ടം നമ്മൾ നോവലുകളിൽ വായിച്ചിട്ടേ ഉള്ളൂ. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു അത്രേ. പ്രേക്ഷകരെ, തിരുവനന്തപുരത്തേക്കൊന്ന് പോയാൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് യുവാവിനെ CI മർദ്ദിച്ച കേസിൽ വിജിലൻസ് CI അനൂപ് ചന്ദ്രനെതിരെ പോലീസ് നിസ്സാരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ മർദ്ദനമേറ്റ വിനോദിനെതിരെ SC/ST അട്രോസിറ്റി ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത്. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തി വകുപ്പുകളിൽ മാറ്റം വരുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനോദ് കുമാർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും വിനോദ് കുമാർ പറഞ്ഞു. റിനു സീത ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇടിച്ച് മൂക്കാമണ്ട പോയത് ഈ വിനോദ് കുമാറിന്റെ ആണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ വിനോദ് കുമാറിനെതിരെയാണ് SC/ST അട്രോസിറ്റി വകുപ്പ് പ്രകാരമുള്ള കേസുകളടക്കം ചുമത്തിയിരിക്കുന്നത്. വിനോദിനെ ഇടിച്ച ഈ CIക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈ അനൂപ് ചന്ദ്രനെതിരെ. ഇതെങ്ങനെ സംഭവിച്ചു? റിനു സീതറാണ് നമുക്കൊപ്പം ചേരുന്നത്. വിജിലൻസിന്റെ CI അനൂപ് ചന്ദ്രനാണ് കഴക്കൂട്ടത്ത് ഈ സ്വദേശിയായ നമ്മളുടെ വിനോദിനെ ആക്രമിച്ചത്. അവിടെ സിറ്റി ലൈൻ കേബിളിൻ്റെ ഒരു പണി നടക്കുന്നത് കൊണ്ട് റോഡ് ഇങ്ങനെ തടഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭാര്യയുമായിട്ടെത്തിയ അനൂപ് ചന്ദ്രൻ വഴി മാറ്റടാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പണി നടക്കുകയാണ്, 2-3 ദിവസമായിട്ട് ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് റോഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല, അങ്ങ് മറ്റൊരു വഴി കൂടെ പോകണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആരാണെന്ന് അറിയാമോടാ എന്ന് പറഞ്ഞ് CI പുറത്തിറങ്ങി. ഞാൻ CI എന്ന് പറഞ്ഞ് മുഖത്തൊരൊറ്റ ഇടി കൊടുത്തു എന്നാണ് പറഞ്ഞു. ഇടി കൊണ്ട് ഈ ഭാഗം മുഴുവൻ കലങ്ങി ചെറിയ പൊട്ടലുണ്ട് എന്നാണ് വിനോദ് നമ്മളോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ വിനോദിനെതിരെ ഇപ്പോൾ SC/ST അട്രോസിറ്റി വകുപ്പ് പ്രകാരം കേസെടുത്തു. വിനോദിനെ ഇടിച്ച് മൂക്കാമണ്ട കലക്കിയ നമ്മുടെ CI അനൂപ് ചന്ദ്രനെതിരെ ദുർബലമായ വകുപ്പുകൾ ചേർത്തി. ഇത് താനടാ പോലീസ്. നമുക്കൊപ്പം ചേരുന്നുണ്ട് റിനു. ഇതെന്താണ്? ഇത് വെള്ളരിക്കപ്പെട്ടണോ? അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇടിച്ച് ഒരു പരുവാക്കി കഴിഞ്ഞതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥന് ദുർബലമായിട്ടുള്ള വകുപ്പും ഇയാൾക്കെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുമാണ് ചുമത്തിയത്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം റിനു? അരുൺകുമാർ, റോഡ് നിർമ്മാണത്തിനിടെ പൈപ്പ് ലൈൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയുടെ PRO ആയിരുന്നു വിനോദ് കുമാർ. റോഡ് തടസ്സപ്പെടുത്തി നിർമ്മാണം നടത്തിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് CI അനൂപ് ചന്ദ്രൻ അതുവഴി വരികയും ഇദ്ദേഹത്തെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇപ്പോഴും അദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയാണ്. നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നുള്ളത്. തുടർന്നാണ് ഇദ്ദേഹം കഴക്കൂട്ടം പോലീസിൽ അന്ന് രാത്രി തന്നെ, ബുധനാഴ്ച രാത്രി തന്നെ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ ആ പരാതിയിന്മേൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ CIക്കെതിരെ ചുമത്തിയിരിക്കുന്നത് 296B, അതായത് ചീത്ത വിളിച്ചു, അതുപോലെ 351(2), അതായത് ഭീഷണിപ്പെടുത്തി, 115(2), അതായത് കൈ കൊണ്ടടിച്ചു. ഇന്ന് ഈ 3 വകുപ്പുകൾ, നിസ്സാര വകുപ്പുകൾ, ജാമ്യം കിട്ടാവുന്ന, സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ. അതേസമയം CIയുടെ പരാതിയിന്മേൽ എടുത്തിരിക്കുന്ന വകുപ്പുകൾ SC/ST അട്രോസിറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള 354 എന്നീ വകുപ്പുകൾ ചേർത്ത് ഗുരുതരമായിട്ടുള്ള, അതായത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ വിനോദ് കുമാറിനെതിരെ കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പോലീസുമായി അന്വേഷിച്ചപ്പോൾ ഇവർ രണ്ടുപേരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു വകുപ്പുകൾ ചേർത്തത് എന്നുള്ളതാണ് പോലീസ്. എന്തായാലും ജില്ലാ ക്രൈംബ്രാഞ്ചാണ് CI മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത് ജില്ലാ ക്രൈംബ്രാഞ്ചാണ്. ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് കൃത്യമായി തന്നെ അന്വേഷിക്കും. അന്വേഷിച്ചതിന് ശേഷം ഈ വകുപ്പുകളിൽ കുറവ് വരുത്തണോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കണമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഈ നിസ്സാര വകുപ്പുകൾ ചേർത്ത കേസ് രജിസ്റ്റർ ചെയ്തതിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ മർദ്ദനമേറ്റ വിനോദ് കുമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ പരാതി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അരുൺകുമാർ, ഓക്കെ. എന്തായാലും കാര്യങ്ങൾ അത്ര ശുഭസൂചകമല്ല. വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് ഏമാൻ കുറ്റം ചെയ്താൽ ഏമാന് ദുർബല വകുപ്പ്, ഏമാന് കൈവച്ച് കഴിഞ്ഞാൽ അത് വലിയ വകുപ്പ്. അങ്ങനെ ശരിയല്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിയമം എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ വരണം. എന്നാലും പോലീസ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച മറികടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
മുഹമ്മദ് ഷഹാൻ പറയുന്നു, കുറേ നേരമായിട്ട് മെസ്സേജ് അയക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി മെസ്സേജ് അയക്കത്തില്ല കേട്ടോ. അയ്യോ പിണങ്ങല്ലേ പ്രിയപ്പെട്ടവരെ, ഈ വാർത്തകൾ ഇങ്ങനെ പെരുകുമ്പോൾ നിങ്ങളുടെ ചില മെസ്സേജുകൾ കാണാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് മറ്റു മെസ്സേജുകൾ ഇങ്ങനെ താഴേക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ സമയം